ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് തിരുമാതാംകുന്നിലെ 10ാം പൂരമാണ്. അപ്പോൾ നിങ്ങൾക്കൊക്കെ പൂരം കാണണ്ടേ? അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതൊക്കെ ഒന്ന് കണ്ടു നോക്കാം. അങ്ങനെ നമ്മൾ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട് ഇപ്പോൾ. അങ്ങനെ നമുക്ക് ഇവിടുന്ന് കുറച്ച് നടന്ന് പോകാനുണ്ട് കേട്ടോ അമ്പലത്തിലേക്ക്. അപ്പോൾ വഴിയോരങ്ങളിലായിട്ട് കുറേ സാധനങ്ങളൊക്കെ വിൽപ്പനക്കായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളതൊക്കെ ഒന്ന് കണ്ടു. അങ്ങനെ നമ്മൾ ഇനി അമ്പലത്തിലേക്ക് കയറി പോവാണ്. ഈ അമ്പലത്തിലേക്ക് കയറിനോടത്തായിട്ട് വലിയ വലിയ പടിയാണ് കേട്ടോ. അത് കാണാൻ നല്ല രസമാട്ടോ. അങ്ങനെ നമ്മൾ അമ്പലത്തിലെത്തിയിട്ട് അവസാനം അങ്ങനെ നിറയെ ജനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ലൈനിലൊക്കെ നിന്നിട്ട് വേണം പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാൻ. അങ്ങനെ നമ്മളിവിടെ പ്രാർത്ഥിക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് പ്രാർത്ഥിക്കലൊക്കെ കഴിഞ്ഞിട്ട് കാണാം. ഒമ്പത് മണിക്ക് ഇനി ദേവിയുടെ തിടമ്പ് പുറത്തേക്ക് ഇറക്കും കേട്ടോ. അത് കാണാൻ നല്ല രസമാണ്. അതിനുശേഷം ആനയെല്ലാം കൂടിയിട്ട് അമ്പലത്തിൽ 4 പുറം ചുറ്റിയിട്ട് പിന്നെ ആറാട്ടുകടവയ്ക്ക് പോവുകയാണ് കേട്ടോ ചെയ്യാറ്. അപ്പോൾ എന്തായാലും ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു പൂരം കാണുന്നത് തന്നെ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മൊത്തത്തിലൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ. ക്ഷേത്രത്തിലേക്കുള്ള പ്രധാന പ്രവേശന പാതയിലും ക്ഷേത്രം റോഡുകളിലും വാഹനങ്ങൾ പാർക്ക് ചെയ്ത് പോവാൻ പാടുള്ളതല്ല. ക്ഷേത്രത്തിലേക്കുള്ള പ്രധാന പ്രവേശന പാതയിലും ക്ഷേത്രം റോഡുകളിലും വാഹനങ്ങൾ പാർക്ക് ചെയ്ത് പോവാൻ പാടുള്ളതല്ല. ക്ഷേത്രത്തിൽ തിരക്കുള്ള സ്ഥലങ്ങളിൽ എല്ലാ ഭക്തജനങ്ങളോടും അഭ്യർത്ഥിക്കുന്നു.
റൗണ്ട് ചുറ്റാൻ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നോക്കുമ്പോൾ അതാ മേമ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മേമയുടെ വീട് ഇവിടെ അങ്ങാടിപ്പുറത്താണ്. അപ്പോൾ മേമയ്ക്ക് നമ്മളെ കണ്ട ഭയങ്കര സന്തോഷം കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് മേമയുടെ വീട്ടിലേക്കൊക്കെ ഒന്ന് പോവാം കേട്ടോ. നമുക്ക് ഇനി ആറാട്ടുകടവ് പോയിട്ട് കയറ്റം ഇറക്കമൊക്കെ കാണാനുണ്ട് കേട്ടോ. അത് നല്ല രസമാണ് കേട്ടോ. ആന അവിടെ നിങ്ങളുടെ താഴത്തേക്ക് ഇറങ്ങി വരും, നമുക്ക് നേരെ കാണാം. അത് അടിപൊളിയാട്ടോ ഒരു പൂരം, നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് ആറാട്ടുകടവിലേക്ക് ഇറങ്ങുന്നത് മൊത്തം നമുക്ക് ഇന്ന് കാണാം. ദേവസ്വം വഴിപാട് കൗണ്ടറുകളിൽ രസീതിയാക്കാവുന്നതാണ്. ഭഗവതിക്ക് ആറാടിയ മഞ്ഞൾ കുങ്കുമം എന്നിവയ്ക്ക് ദേവസ്വം വഴിപാട് കൗണ്ടറുകളിൽ ഭക്തജനങ്ങൾക്ക് രസീതിയാക്കാവുന്നതാണ്. ആടിയ മഞ്ഞൾ കുങ്കുമം എന്നിവ ദേവസ്വം ഓഫീസിൽ നിന്നും ഭക്തജനങ്ങൾക്ക് മുട്ടിറക്കുന്നതിനുള്ള നാളികേരം, ഭഗവതിയുടെ ലാമിനേറ്റഡ് ഫോട്ടോ, ക്ഷേത്രമാഹാത്മ്യം പുസ്തകം, ഭഗവതിക്ക് ചാർത്തിയ പട്ടുകൾ, സ്പെഷ്യൽ കഠിന പായസം, സ്പെഷ്യൽ ഉണ്ടപ്രമദനം എന്നിവ ക്ഷേത്രം തിരുമുറ്റത്തെ പ്രത്യേക കൗണ്ടറുകളിൽ നിന്നും ഭക്തജനങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. ഭക്തജനങ്ങൾക്ക് മുട്ടിറക്കുന്നതിനുള്ള നാളികേരം, ഭഗവതിക്ക് ചാർത്തിയ പട്ടുകൾ, സ്പെഷ്യൽ കഠിന പായസം, സ്പെഷ്യൽ ഉണ്ടപ്രമദനം എന്നിവ ക്ഷേത്രം തിരുമുറ്റത്തെ പ്രത്യേക കൗണ്ടറുകളിൽ നിന്നും ഭക്തജനങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. സെക്യൂരിറ്റി ജീവനക്കാർ നൽകുന്ന നിർദ്ദേശങ്ങൾ ഭക്തജനങ്ങൾ പടിഞ്ഞാറ് ഭക്തജനങ്ങൾക്ക് അന്നദാന മണ്ഡപത്തിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. അന്നദാനത്തിലേക്കും പൂരമഹോത്സവത്തിലേക്കുമുള്ള ഭക്തജനങ്ങളുടെ സംഭാവനകൾ ക്ഷേത്രം തിരുമുറ്റത്തെ ക്ഷേത്രത്തിൽ തിരക്കുള്ള സ്ഥലങ്ങളിൽ നിങ്ങളുടെ ഇന്ന് രാവിലെ 11:30 മണിയോടുകൂടി ക്ഷേത്രത്തിൽ തിരക്കുള്ള സ്ഥലങ്ങളിൽ നിങ്ങളുടെ കൈവശമുള്ള ആഭരണങ്ങൾ
അങ്ങനെ ഇതാ ദേവിയുടെ തിടമ്പ് ഇങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് തൊട്ടപ്പുറത്തുള്ള കടവിലേക്ക് പോവാം കേട്ടോ. അങ്ങനെ ഇവിടെ നല്ല രസമാട്ടോ കാണാൻ, നല്ല ഭംഗിയുള്ള അമ്പലമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ നമ്മളിതാ അതിനൊക്കെ കുറച്ച് നേരം നിന്ന് കളിച്ച് അപ്പോൾ നോക്കുമ്പോൾ അമ്മമ്മയും അമ്മച്ചനൊക്കെ വരുന്നുണ്ട് പറഞ്ഞായിരുന്നു. അപ്പോൾ എന്തായാലും അവരൊക്കെ പോയി നോക്കണം കേട്ടോ. അപ്പം നമ്മൾ കാലൊക്കെ ഒന്ന് കഴുകി, ഏതായാലും ഇതുവരെ വന്നതല്ലേ വെച്ചിട്ട് നമ്മൾ കടവിലേക്ക് പോയി കാലൊക്കെ ഒന്ന് കഴുകിട്ടോ. നിറയെ മീനുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ. നല്ല ഭംഗിയുള്ളൊരു കടവും കൂടിയായിരുന്നു കേട്ടോ. എനിക്കിഷ്ടമായിട്ടോ അമ്പലവും എല്ലാ പരിസരവും കാര്യങ്ങളൊക്കെ. അങ്ങനെ കഴിച്ച് തിരിച്ച് നമ്മൾ നേരെ മേലേക്ക് കയറി പോവാണ് കേട്ടോ. അപ്പോഴാണ് എനിക്ക് ഭയങ്കര ദാഹിച്ചിരിക്കുമ്പോഴാട്ടോ തൊട്ടപ്പുറത്ത് മോരുവെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ അതൊക്കെ കുടിച്ചു കേട്ടോ. അപ്പോൾ നമുക്ക് അമ്മമ്മയും അമ്മച്ചനും അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അവർ ഇവിടെ എത്തിയിട്ടുള്ളൂ എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് അവരെ കൂട്ടാൻ വേണ്ടി പോകണം. അങ്ങനെ കാത്തിരിപ്പിന് ശേഷം അമ്മമ്മയും അമ്മച്ചനും വന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ കയറ്റ വർക്കൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ തിരിച്ച് താഴത്തേക്ക് ഇറങ്ങി കേട്ടോ. പിന്നെ നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി പോകണ്ടേ. അപ്പം നമ്മൾ ഏതായാലും ആദ്യം കമ്മലെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ കമ്മൽ വാങ്ങുകയാണ്. അപ്പം ഞാൻ നല്ല ഭംഗിയുള്ളൊരു കമ്മൽ കണ്ടു കേട്ടോ. അത് നമ്മളെടുത്തു. പിന്നെ നേമ വേറൊരു കമ്മൽ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്കില്ലേ നല്ല ഭംഗിയുണ്ട് അടുക്കല്ലേ. ഇതൊക്കെ എത്ര? ക്ഷേത്രത്തിൽ തിരക്കുള്ള സ്ഥലങ്ങളിൽ നിങ്ങളുടെ കൈവശമുള്ള ആഭരണങ്ങളെ തിരക്ക് നിയന്ത്രണത്തിന്റെ ഭാഗമായി പോലീസ് ഉദ്യോഗസ്ഥർ ഇനി നമ്മൾ ഇവിടെ നേരെ മേമയുടെ വീട്ടിലേക്കാട്ടോ പോകുന്നത്. അധികം ദൂരമൊന്നുമില്ല കേട്ടോ, ഇവിടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ എന്തായാലും നമുക്കിനി അങ്ങോട്ട് പോവാം. അപ്പോൾ അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ കേട്ടോ. പിന്നെ എൻ്റെ വീഡിയോക്ക് കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.